യുഡിഎഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രതിഷേധം. സ്ത്രീകളോട് മോശമായി പെരുമാറിയ കടയുടമയുടെ കടയും പൂട്ടിച്ചു. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എത്രത്തോളം മോശമായിട്ടാണ് ആ കടയുടമ ഹരിതകർമ്മ സേനാംഗങ്ങളോട് സംസാരിച്ചത് എന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്രയും ആ സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറി വാക്കുകളാണ് അവരെ വിളിച്ചത് എന്നത്. സ്വാഭാവികമായിട്ടും ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്ന അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് കടയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും കയറുക, പ്ലാസ്റ്റിക് ശേഖരിക്കുക എന്നതാണ്. അവർ ആ കടയുടമയോട് പറഞ്ഞ ആകെയുള്ള ആവശ്യം എന്ന് പറയുന്നത് ആ തരുന്ന ആ പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായും വൃത്തിയായി കഴുകി നൽകുക എന്നതാണ്. എങ്കിൽ അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ അതിനെപ്പറ്റി ചോദിക്കുകയും പിന്നീട് ആ ഒരു കടയുടമ ദേഷ്യത്തോടെ പെരുമാറുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തത്. വിവരങ്ങളുമായി സനോജ് ചെയ്യുന്നുണ്ട്. സനോജ്, ദൃശ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഇത്രത്തോളം മോശമായിട്ടാണ് ആ കടയുടമ അവരോട് പെരുമാറിയത് എന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം പുരോഗമിക്കുകയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെയാണ് ഈ വാർത്ത നൽകിയത്. അതായത് ഹരിതകർമ്മസേനയിലെ 2 അംഗങ്ങൾ അവർ അവരുടെ ജോലിയുടെ ഭാഗമായി ഈ വ്യാപാര സ്ഥാപനത്തിൽ, അതായത് കോട്ടയം SH മൗണ്ടിന് സമീപമുള്ള നിസാറിൻ്റെ ഉടമസ്ഥയിലുള്ള പലചരക്ക് പച്ചക്കറി വ്യാപാരം നടത്തുന്ന സ്ഥാപനത്തിൽ പതിവ് പോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ എത്തുകയായിരുന്നു. ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ എത്തിയപ്പോൾ ആ പ്ലാസ്റ്റിക് മാലിന്യത്തിനുള്ളിൽ പച്ചക്കറിയുടെ മാലിന്യങ്ങളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നൽകാവൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ അത് പാലിക്കുവാൻ ഈ കടയുടമ തയ്യാറായില്ല. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ ഈ കടയുടമയോട് നിർദ്ദേശിച്ചുവെങ്കിലും അദ്ദേഹം ഇത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് ഇവർക്ക് നേരെ തട്ടിക്കയറുകയായിരുന്നു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കടയുടമ നിസാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. എങ്കിൽ പോലും ഈ UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിലെ ചെയർപേഴ്സൺ ഒരു വനിതയായിരുന്നിട്ട് കൂടിയും ഇത്തരത്തിൽ വനിതാ പ്രവർത്തകരായിട്ടുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മോശമായ അനുഭവം ഉണ്ടായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നീട് ഇന്നലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഭാരവാഹിയും കോട്ടയം നഗരസഭാ കൗൺസിലറുമായിരുന്ന ഷീജ അനിലിൻ്റെ നേതൃത്വത്തിൽ ഈ പരാതിക്കാരായിട്ടുള്ള ആളുകളുമായി കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ നീക്കുന്നതിനിടയിലാണ് ഇന്ന് കോട്ടയം നഗരസഭാ പരിധിയിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കൗൺസിലർ ഷീജ അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ മാർച്ച് ഈ നഗരസഭയിലേക്ക് ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് നടത്തിയത്. വ്യാപാര സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിനു ശേഷം അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ കട അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് കട തുറക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം കട ഉടമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ പോലും ഈ സ്ത്രീകൾ ശക്തമായ പ്രതിഷേധമുയർത്തുകയും നിയമപരമായ നടപടി ഉണ്ടായതിനു ശേഷം മാത്രം മതി, കട തുറന്ന് പ്രവർത്തിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കട പൂർണ്ണമായും അടച്ചിടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ശ്രീധരി, ശരി. UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ കയ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തെ തുടർന്ന് കടയുടമയുടെ ആ കട പൂട്ടിക്കുകയും ചെയ്തു. ഇനി തുടർ നിയമ നടപടികൾക്ക് ശേഷം മാത്രം കട തുറന്നാൽ മതി എന്ന ആവശ്യമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സനോജാണ് വിവരങ്ങൾ നൽകിയത്.